ദയാവധവും ക്ലോണിംഗും നിരോധിച്ചുകൊണ്ട് യുഎൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഒട്ടനവധി മാറ്റങ്ങളാണ് ഗൾഫ് മേഖലയിൽ ആകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല കാഴ്ചകളുമുണ്ട് ഈ ആഴ്ചയിലെ അറേബ്യൻ സ്റ്റോറീസിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി കാഴ്ചകളുടെ വിസ്മയമൊരുക്കുന്ന അറേബ്യൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ദുബായിൽ മുഴുവൻ മരുഭൂമിയും അത്തരം കാഴ്ചകളുമാണ് ഉള്ളതെന്ന് പറയുന്നവർക്ക് ഒരു നല്ല കാഴ്ച സമ്മാനിക്കുകയാണ് ഇനി അറേബ്യൻ സ്റ്റോറീസ്. ജുമേറയിലെ മിറാസ് ഒരുക്കിയ കോൺക്രീറ്റ് കൂടാരത്തിനുള്ളിലെ കാട്ടിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെറും കാടല്ല, മഴക്കാട്. നല്ല ഒന്നാം തരം മനുഷ്യനിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും വലിയ മരവും ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. മിറാസിൻ്റെ ഗ്രീൻ പ്ലാനറ്റ് എന്ന അത്ഭുത സൗധത്തിലേക്കാണ് നമ്മുടെ യാത്ര. കോൺക്രീറ്റ് കെട്ടിടത്തിനുള്ളിൽ ഗ്രീൻ പ്ലാനറ്റ് എന്ന പേരിൽ മഴക്കാട് ഉണ്ടാക്കിയിരിക്കുകയാണ് ദുബായിലെ സിറ്റി വാക്ക് ഷോപ്പിംഗ് മോൾ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യജന്തുക്കളെ പരിചയപ്പെടാനും മെറാസ് കമ്പനി ഒരുക്കിയ അത്ഭുത കോൺക്രീറ്റ് കൂടാരത്തിനുള്ളിൽ അവസരമുണ്ട്. അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മഴക്കാടുകളുടെയും അവയിൽ വളരുന്ന ജന്തു സസ്യജാലങ്ങളുടെയും പ്രസക്തിയെക്കുറിച്ചാണ് ഗ്രീൻ പ്ലാനറ്റ് സന്ദർശകരെ ഓർമ്മപ്പെടുത്തുക. മഴക്കാടുകളിൽ കണ്ടുവരുന്ന കൂറ്റൻ മരമാണ് ഗ്രീൻ പ്ലാനറ്റിന്റെ കേന്ദ്രബിന്ദു. യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കോൺക്രീറ്റിലാണ് മധ്യ അമേരിക്കയിൽ കണ്ടുവരാറുള്ള പഞ്ഞിമരം എന്ന പേരിൽ നമുക്ക് പരിചിതമായ കപ്പോക്ക് മരം തീർത്തിരിക്കുന്നത്. ഇവയിൽ മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന യഥാർത്ഥ ചെടികൾ വളർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് മരത്തിന് ജീവനുള്ളതുപോലെ തോന്നും. Here in Dubai, the temperature will fluctuate anywhere from 16 degrees Celsius up to even 45 or even 50 degrees Celsius during the summer. Coming inside the Green Planet, though, the temperature and the humidity stays the same all year long. It's exactly what you would find in a tropical forest throughout the world. So we're looking at about temperatures of about 25 to 28 degrees Celsius with 70% humidity. Within the Green Planet here, we're home to plants and animals from every rainforest across the world. ചില്ലകളിൽ നിറയെ പക്ഷിക്കൂടുകൾ, നാല് നിലകളിലായാണ് ഗ്രീൻ പ്ലാനറ്റ് പണി തീർത്തിട്ടുള്ളത്. താഴത്തെ നിലയിൽ മരത്തിന്റെ വേരടക്കമുള്ള അടിത്തട്ടാണ്. ജലജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഭൂഗർഭനിലയിൽ പരിചയപ്പെടുത്തുന്നത്. വൃത്താകൃതിയിൽ ചില്ലുകൂട്ടിനുള്ളിൽ നൂറുകണക്കിന് ജലജീവികൾ. ഇതിനു മുകളിലേക്ക് പോയാൽ മണ്ണും അതിലെ ജീവിവർഗങ്ങളുമാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തവളകൾ മുതലുള്ള ജീവികൾ ഇവിടെയുണ്ട്. മൂന്നാം നിലയിൽ തത്തകളും കിളികളുമാണിവിടെ. നാലാം നിലയിൽ ആകാശത്ത് പാറിപ്പറന്ന് വളരുന്ന പക്ഷികളുടെ കാഴ്ചകൾ കാണാം. Behind me, we have some of our free flight birds. You're going to see Toko toucans, aracaris. You're going to see small songbirds. In addition to the animals, we also have several varieties of plants that you will only find in the tropics. Things that we're familiar with: banana, vanilla, cocoa trees, as well as a variety of different orchids, large trees, small trees. So come on in here and you're going to see over 3,000 plants and animals from the rainforests across the world.
ഓരോ നിലകളിലെയും കാഴ്ചകൾ ചുറ്റിക്കാണാവുന്ന തരത്തിലാണ് നടപ്പാതകളുടെ നിർമ്മാണം. ലിഫ്റ്റുകൾ ഉപയോഗിക്കാതെ ചുറ്റി നടന്നു വേണം ഈ കാഴ്ചകൾ കാണാൻ. മരത്തിനടിയിലൂടെയും ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കയറുപാലത്തിലൂടെയും ഏണിപ്പടികളിലൂടെയും മഴക്കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. കാടുകളെക്കുറിച്ചും അതിലെ സസ്യജന്തുക്കളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഗൈഡഡ് ടൂറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദുബായിലെ പ്രശസ്ത ഡെവലപ്പറായ മെറാസ് ജുമൈറയിൽ ഒരുങ്ങുന്ന സിറ്റി വാക്ക് ഷോപ്പിംഗ് കേന്ദ്രത്തിലാണ് കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടത്തിൽ മഴക്കാട് ഒരുങ്ങിയിരിക്കുന്നത്. ഉറുമ്പുകളുടെ ജീവിതം അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള നല്ലൊരു പഠന കേന്ദ്രം കൂടിയാണ് ഇത്. മഴക്കാടുകളുടെ അതിജീവനം ലക്ഷ്യമാക്കിയുള്ള വിവരങ്ങളും ലോകത്തില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാടുകളുടെ വിവരങ്ങളും ഇവിടെ സന്ദർശകർക്ക് ലഭ്യമാക്കും. മുതിർന്നവർക്ക് 95 ദിർഹവും കുട്ടികൾക്ക് 70 ദിർഹവുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 10 മുതൽ രാത്രി 10 വരെ ഗ്രീൻ പ്ലാനറ്റിലെ കാഴ്ചകൾ മതിവരുവോളം നുകരാനും അവസരമുണ്ട്. അവധികളുടെ പെരുമഴക്കാലമാണ് ഗൾഫിലെങ്ങും ഇനി വരാൻ പോകുന്നത്. ബക്രീദും ഓണവുമൊക്കെ ആഘോഷിക്കാൻ തന്നെ മലയാളികളടക്കമുള്ള പ്രവാസികൾ തയ്യാറായി കഴിഞ്ഞു. ഈ അവധിക്കാലത്ത് എങ്ങോട്ടെങ്കിലും പോയാൽ കൊള്ളാം എന്ന് ആലോചിച്ച് നിൽക്കുന്ന മലയാളികൾക്ക് വേണ്ടിയുള്ള കാഴ്ചയാണ് ആദ്യം തന്നെ അറേബ്യൻ സ്റ്റോറീസ് അവതരിപ്പിക്കുന്നത്. ഈ ചൂടുകാലത്ത് നമുക്കൊരു മരുഭൂമിയിലേക്ക് പോകാം. ആ മരുഭൂമിയിൽ ഒട്ടേറെ കാഴ്ചകളുണ്ട്. D4Dയുടെ കാഴ്ചകളിലേക്കാണ് ഇനി. UAEയിൽ ചൂട് 40 ഡിഗ്രിക്ക് മുകളിലാണ്. എന്നാൽ ഗൾഫിന്റെ സ്വന്തം മണലാരണ്യങ്ങളിലെ സുഖം നുകരാൻ നൂറുകണക്കിന് ആളുകളാണ് ഡെസേർട്ട് ക്യാമ്പുകളിലെത്തുന്നത്. ദുബായിലെ D4D ടൂർസിനൊപ്പം ചൂടുകാലത്തെ സന്ദർശകരുടെ തിരക്ക് കാണാൻ അറേബ്യൻ സ്റ്റോറീസും യാത്ര പോയി. വൈകുന്നേരം 3:30-ക്ക് മരുഭൂമിയെ പ്രണയിക്കുന്നവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ലബാബ് മരുഭൂമിയിലേക്ക് കൊണ്ടുവരും. പിന്നെ മണൽക്കുന്നുകളെ ഇടിച്ചു നിരത്തിയും കുന്നിലേക്ക് കയറിയും ഇറങ്ങിയുമുള്ള സാഹസിക ഡൂൺ ബാഷിംഗ് ആണ്.
ഡെസേർട്ട് സഫാരിക്കിടെ ശരീരമാസകലം കുലുങ്ങി മറിഞ്ഞു കഴിയുമ്പോൾ നേരം ഇത്തിരിയിരുട്ടും. പിന്നെ ദുബായ് അവീറിലുള്ള ക്യാമ്പിലേക്ക്. ചൂടുകാലത്ത് മരുഭൂമിയിലേക്ക് പോണോ എന്ന ചോദ്യത്തിന് D4D ടൂർസിന്റെ മാനേജർ ഡിജോ ഡേവിസിന്റെ അഭിപ്രായം ഇങ്ങനെ: സഫാരി എൻജോയ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ചൂട് സമയമാണ്. കാരണം ചൂട് സമയത്ത് ഡെസേർട്ട് സാൻഡ് വളരെയധികം സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് സഫാരി എൻജോയ് ചെയ്യാൻ ഗസ്റ്റിന് വളരെയധികം സാധിക്കാറുണ്ട്. അഡ്വഞ്ചറും അതോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയും ഉള്ള ഒരു പ്രോഗ്രാം. ഡെയിലി 200 മുതൽ 300 വരെ ടൂറിസ്റ്റുകൾ ഈ ക്യാമ്പിൽ എത്തുന്നുണ്ട്. അവരെല്ലാം മാക്സിമം എൻജോയ് ചെയ്ത ശേഷമാണ് ഇവിടുന്ന് മടങ്ങാറുള്ളത്. ഞങ്ങളുടെ സഫാരി ഗൈഡ്സ് എല്ലാം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ശീതള പാനീയങ്ങളോടെയാണ് വരവേൽപ്പ്. ക്യാമ്പിലെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നാൽ പിന്നെ കലാവിരുന്നാണ്. ബെല്ലി ഡാൻസറും തനൂറക്കാരനും ഫയർ ഡാൻസറുമെല്ലാം കാണികളെ സന്തോഷിപ്പിക്കും. ബാർബിക്യൂ ഡിന്നർ സെർവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 3 ഡാൻസ് ഷോയാണുള്ളത്: ബെല്ലി ഡാൻസ്, തനുട ഡാൻസ്, ഫയർ ഷോ. ഇവിടുന്ന് മടങ്ങാറുള്ള ഓരോ ടൂറിസ്റ്റുകളും വളരെ ഹാപ്പി ആയിട്ടാണ് പോകാറുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗുഡ് സർവീസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാർജസ് വളരെ എക്കണോമിക്കാണ്. അതുകൊണ്ട് മലയാളികളടക്കമുള്ള വളരെയധികം ടൂറിസ്റ്റുകൾ ഡെയിലി ഇവിടെ വരാറുണ്ട്. ക്യാമൽ റൈഡിങ്, ശിഷ, ഹെന്ന പെയിൻറ്റിങ്, അതുപോലെ തന്നെ അറബിക് ഡ്രസ് ഫോർ ഫോട്ടോ തുടങ്ങിയ സർവീസും ഇതോടൊപ്പം ഫ്രീ ആയിട്ട് ഓരോ ഗസ്റ്റിനും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദുബായിലെ D4D ടൂർസിന്റെ ക്യാമ്പിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ പൊക്കത്തിൽ ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പൊക്കത്തിലിരുന്ന് കലാപരിപാടികളും വിഭവങ്ങളും ആസ്വദിക്കാം. വിഭവസമൃദ്ധമായ ബാർബിക്യൂ ഡിന്നറാണ് മരുഭൂമിയുടെ രുചിയും മണവും ആസ്വദിക്കാൻ എത്തുന്നവർക്ക് വിളമ്പുന്നത്. മരുഭൂമിയിലൂടെ വണ്ടി ഓടിക്കാനും ഒട്ടകപ്പുറത്തേറി യാത്ര ചെയ്യാനും ഡെസേർട്ട് ക്യാമ്പിൽ അവസരമുണ്ട്.